അപ്പോൾ മുട്ടത്തോട് കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി ഉണക്കി വൃത്തിയാക്കിയ മുട്ടത്തോടാണ്. അതല്ല എങ്കിൽ നമുക്ക് അതല്ലാതെ വേണേലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി എൻ്റെ മുട്ടത്തോട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തു. ഒരുപാടങ്ങ് പൊടിയണമെന്നില്ല, ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടി, ഇനി 1 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിഷ് വാഷ് അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതിനാണ് ഞാൻ പൊടി ഐറ്റംസുകളെല്ലാം ചേർക്കുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പം താണ്ടെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഒരു ഡപ്പയിലോ ഏതെങ്കിലും ഒരു ടിന്നിനകത്തോട്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ താണ്ടെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണേലും ഇരിക്കും. അപ്പോൾ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ചീത്തയാകത്തേന്നുമില്ല. അതിനാണ് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കുന്നത്. അതെല്ലാം നമുക്ക് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ മുട്ടത്തോട് കഴുകി ഉണക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതേപോലുള്ള പാനൊക്കെ ഉപയോഗശൂന്യമായി കിടന്ന പാനുകളൊക്കെ നമുക്കിത് ബാക്കിലത്തെ ആ ബ്ലാക്കൊക്കെ കണ്ടോ, കരി പിടിച്ച് ഒരുപാട്. ഞാനിതിപ്പോൾ ഇത്തിരി നാളുകൊണ്ട് ഉപയോഗിക്കാതിട്ടിരുന്ന പാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ മാറ്റി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് മറ്റേ സ്ക്രബ്ബറൊന്നും വേണ്ട, ഈ സ്പോഞ്ച് വെച്ച് മാത്രം പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പൊടിയിട്ടൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി, ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ റെഡ് കളർ പോവാതെ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, ചിലർക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവർക്കൊക്കെ കൈക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കൈ ബലം പ്രയോഗിച്ചൊന്നും തേക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ താണ്ടെ പൊടി ആ ഭാഗത്തൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി. ഒരുപാട് ബലം കൊടുക്കുന്നില്ല ഞാൻ, കാരണം ആ റെഡ് കളർ ഉണ്ടോ അതൊന്നും പോകാതെ തന്നെ നമുക്ക് സ്ക്രാച്ച് വീഴാതെ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ താണ്ടെ ഒരുപാട് വ്യത്യാസമുണ്ട് കണ്ടോ. അതൊക്കെ തേച്ചപ്പോഴത്തേന് ഞാനാണ് ഉപയോഗിക്കാതെ മാറ്റിയിട്ടതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല പെട്ടെന്ന് തന്നെ ഞാൻ തേച്ച് കഴുകിയെടുത്തിരിക്കുന്നത് ഇതേപോലെ നല്ല വെളുത്ത് കിട്ടും. പാനുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ടുള്ള പാനുകൾ, ഉപയോഗിക്കുന്ന പാനുകളും ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിപ്പം മേടിച്ചിട്ട് തേച്ചിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതൊട്ടും വരത്തില്ലായിരുന്നു. അപ്പോൾ അടുത്ത പാനും കൂടെ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അതും ഉപയോഗിക്കാതെ മാറ്റിയിട്ട പാനാണ്. ഇത് ബാക്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അന്നേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ ഒന്നുമല്ല, ഡിഷ് വാഷ് സോപ്പിൻ്റെ ഉപയോഗമില്ല. വളരെ കുറച്ച് മാത്രമേ സോപ്പ് പൊടി എടുത്തിട്ടുള്ളൂ. ബാക്കി മുട്ടത്തോടും കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും പൊടി മാത്രമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടി. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത പാനുകളാണേലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാനുകളാണേലും ഇതേപോലെ ബാക്കിൽ ബ്ലാക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക.